ഒരു വോളിബോൾ അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ സാറിന് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇനി വരുന്ന ജനറേഷനിൽ നമ്മുടെ മക്കൾക്കും കൂടെ ഉള്ള ഒരു മെസ്സേജ് പോലെ നമ്മൾ ഈ പഠന സമയത്ത് ഈ സ്പോർട്സിന് കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് അവരുടെ ലൈഫിൽ കരിയറിൽ എത്രമാത്രം ഒരു ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്? നിർബന്ധമായിട്ടും നമ്മൾ കുട്ടികൾക്ക് സ്പോർട്സിൽ അവരെ താല്പര്യം ഇല്ലെങ്കിൽ ബലമായിട്ടാണെങ്കിലും അവരെ നിർബന്ധമായിട്ട് പറഞ്ഞയക്കണം. അത് വിവിധ തരങ്ങളിലുള്ളതായിരിക്കും. ചിലപ്പോൾ അതിൽ അവർ എക്സൽ ആവണമെന്നില്ല, എങ്കിലും വോളിബോൾ, ഫുട്ബോൾ, അതേപോലെ ഗെയിംസ് ലൈക്ക് ചെസ്, ക്യാരംസ്, പ്ലേയിങ് കാർഡ്സ്, അത്തരത്തിലുള്ള ഗെയിംസ് നമ്മൾ ധാരാളമായിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. ബോഡി മൂവ്മെൻറ്റ്സ് വരുന്ന ഗെയിംസ് മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. കുട്ടികളെ കളിക്കാനായിട്ട് വിടുമ്പോൾ അവരുടെ ന്യൂറോജെനസിസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവരെ ഡാൻസ് പഠിപ്പിക്കണം, സുംബ പഠിപ്പിക്കണം, അവരെ പാട്ട് പഠിപ്പിക്കണം, ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കണം, ഗിത്താർ, ഓർഗൻ, വയലിൻ, അങ്ങനെയുള്ള എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സും അവരെ പഠിപ്പിക്കണം. ചിലതിൽ അവർ ചിലപ്പോൾ എക്സൽ ആവാം, ചിലപ്പോൾ അവർ അതിൽ അത്ര എക്സൽ ആവണമെന്നില്ല. എങ്കിലും അവർ പഠിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പുതിയ പുതിയ ഡെൻഡ്രൈറ്റ്സ് കണക്ഷൻസ്, അതായത് ന്യൂറോജെനസിസ് എന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ തമ്മിൽ പരസ്പരം കണക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത് അത്തരത്തിലുള്ള ഗെയിമുകളാണ്.